UAE-യിൽ വീണ്ടും 50 ഡിഗ്രി സെൽഷ്യസ് കടന്ന താപനില. ഷാർജയിലെ ദെയ്ദയിൽ ഇന്ന് 2 മണിക്ക് 50.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് നിരവധി പ്രദേശങ്ങളിൽ ഇന്ന് 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കൂടിയ താപനില രേഖപ്പെടുത്തിയത്. ദുബായ്, ഷാർജ, അലൈൻ എന്നിവിടങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. രാജ്യത്ത് ചില പ്രദേശങ്ങളിൽ ഇന്ന് വേനൽ മഴയും അനുഭവപ്പെട്ടു. വാദി ഷീസ്, മസാഫി, ഖോർഫക്കാൻ റോഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് മഴ പെയ്തത്. വാദി ഷീസിൽ ഭേദപ്പെട്ട മഴയാണ് അനുഭവപ്പെട്ടത്. ഫുജൈറയിൽ 77 കിലോമീറ്റർ ദൂരത്തിൽ ഡ്രെയിനേജ് ശൃംഖല നിർമ്മിക്കുന്നു. എമിറേറ്റിൽ നിരവധി ഉൾറോഡുകളുടെ നവീകരണത്തിനും ഫുജൈറ ഭരണകൂടം തുടക്കമിട്ടു. 2 തുരങ്കങ്ങളും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. ഒരു തുരങ്കത്തിന് 1.2 കിലോമീറ്ററും രണ്ടാമത്തേതിന് 1.4 കിലോമീറ്ററുമാണ് ദൂരം. 31 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡുകളുടെ നവീകരണം. റോഡ്, സൈഡ് പാർക്കിംഗ്, പെഡസ്ട്രിയൻ ക്രോസിംഗ്, ട്രാഫിക് ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നിവയും നിർമ്മിക്കും. ഇറാന്റെ മിസൈൽ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ഖത്തർ ഭരണകൂടം. മിസൈൽ ഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ വന്ന് വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. താമസ കെട്ടിടങ്ങൾ, വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ എന്നിവ അടക്കം നാശനഷ്ടം നേരിട്ട മുഴുവൻ സ്വകാര്യ സ്വത്തുക്കൾക്കും നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച ഇതിനകം പരാതി നൽകാത്തവർ 2 ദിവസത്തിനുള്ളിൽ മിറ്റസ് ആപ്ലിക്കേഷൻ വഴി അപേക്ഷ സമർപ്പിക്കണം. ജൂൺ 23 രാത്രിയിലാണ് ഖത്തറിലെ അമേരിക്കയുടെ അൽ ഉദായിദ് വ്യോമത്താവളം ലക്ഷ്യമിട്ട ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. ബജറ്റ് എയർലൈനായ വിസ് എയർ അബുദാബിയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 വിസ് അബുദാബിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കും. പ്രവർത്തനപരമായ വെല്ലുവിളികൾ മൂലമാണ് തീരുമാനമെന്ന് എയർലൈൻ അറിയിച്ചു. അബുദാബി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച മധ്യ കിഴക്കൻ യൂറോപ്യൻ വിപണികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് തീരുമാനം. അബുദാബിയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് പ്രധാനമായി 3 കാരണങ്ങളാണ് വിസ് എയർ ചൂണ്ടിക്കാട്ടുന്നത്. ചൂടുള്ള കാലാവസ്ഥയിൽ എഞ്ചിന്റെ പ്രവർത്തനത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിലൊന്ന്. പശ്ചിമേഷ്യയിലെ മാറിയ ഭൗമരാഷ്ട്രീയവും വ്യോമാതിർത്തികൾ ആവർത്തിച്ചടച്ചിടുന്നതും യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കുന്നു. മേഖലയിലെ പ്രധാന വിപണികളിലെ വളർച്ച പരിമിതപ്പെടും വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പ്രവർത്തനം അവസാനിപ്പിക്കാൻ കാരണമായതായും വിസയർ ചൂണ്ടിക്കാട്ടുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ഈ മാസം 16-നാണ്. നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവർ പങ്കെടുക്കുന്നു. ദിയാദനം സ്വീകരിച്ച തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമോ എന്നതിലാണ് ചർച്ച. വധശിക്ഷ ഒഴിവാക്കി മോചനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. വിഷയത്തിൽ അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നതായി കേന്ദ്ര സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു.